ഹായ്, നമസ്കാരം. വാർക്കയുടെ ചോർച്ച കാരണം ഉറക്കവും സമാധാനവും നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. എങ്കിൽ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. വീടിന്റെ മുകളിൽ റൂഫ് ചെയ്യുക. റൂഫ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം നമുക്ക് എന്നാ തുണി ഉണങ്ങാൻ പറ്റും. പിന്നെ വർഷാവർഷമുള്ള നമ്മുടെ പുതിയ വീടിലേക്ക് വർഷാവർഷമുള്ള പെയിന്റിങ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് മാറിക്കിട്ടും. വർഷാവർഷം പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇതായത് അത്യാവശ്യം തള്ളും കാര്യങ്ങളും ഇട്ട് ചെയ്യുകയാണെങ്കിൽ വാർക്ക എപ്പോഴും സേഫ് ആയിരിക്കും, നമ്മുടെ വീട് സേഫ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ലോ കോസ്റ്റിൽ എങ്ങനെ റൂഫ് ചെയ്യാം എന്നതിൻ്റെ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു വർക്കാണിത്. ഇത് കണ്ടോ, ഇത് ഡബിൾ സൈഡ് ആണ്. ചിലവർക്ക് ഇരുമേച്ചിൽ ഡബിൾ സൈഡ്, ഏക് ഡ്രസ്, അങ്ങനെ പലതും പറയാറുണ്ട്. അപ്പോൾ ഇത് ഡബിൾ സൈഡ് ചെയ്തേക്കുന്ന ഒരു റൂഫിംഗ് ആണിത്. ഇതിനകത്ത് ലോ കോസ്റ്റ് തന്നെ പരമാവധി നമ്മൾ ലോ കോസ്റ്റ് ചെയ്യാവുന്ന രീതിക്കാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ലെഗ് 2 ഇഞ്ച് റൗണ്ട് പൈപ്പാണ്. 2 ഇഞ്ചിന്റെ GP പൈപ്പ് കൊണ്ടാണ്, GI പൈപ്പ് കൊണ്ടാണ് നമ്മൾ ലെഗ് കൊടുത്തേക്കണം. പിന്നെ കഴുക്കോലെല്ലാം 3 കഴുക്കോലും, പിന്നെ പാത്തി നമ്മൾ ലോ കോസ്റ്റിന്റെ ഭാഗമായിട്ട് റൗണ്ട് പാത്തി. അതായത് നമ്മൾക്കിപ്പം ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പരമാവധി കോസ്റ്റ് കുറച്ച് ചെയ്യാവുന്ന വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ കോംപ്രമൈസ് ഇല്ല. ഷീറ്റ് 3/5 ഷീറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതും കമ്പനി ഷീറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് കഴുക്കോല് കൊടുത്തേക്കണം, 3 കഴുക്കോലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് ബാക്കിലോട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ചാർത്ത് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇത് കേട്ടോ, 6 അടി ഹൈറ്റ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതായത് ഇത് വേറെ ഇതിന്റെ മുകളിൽ പർപ്പസും കാര്യങ്ങളൊന്നുമില്ല, വാർക്ക നനയാതിരിക്കുക. കണ്ടോ, ഇത് കണ്ടോ, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട്, ഇത് കണ്ടോ, ഇതിന് സ്ലോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് വെള്ളം കെട്ടിക്കിടന്നിട്ട് വാർക്ക ലീക്ക് ആവുകയും അതേപോലെ ഭിത്തികളിൽ പനിപ്പ് കാര്യങ്ങൾ, അടിയിൽ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാനും അങ്ങനെ എല്ലാത്തിനും കാരണവും. ഇപ്പം പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്നു സെൻട്രൽ ഹൈറ്റ് എന്നതിന് എത്രയും കുറച്ച് കൊടുത്തത്. കുത്തനെ ഇടാറുന്നു, കുത്തനെ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ലോ കോസ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പരമാവധി നമ്മൾ ഹൈറ്റ് കുറച്ചിടുകയാണെങ്കിൽ, അതായത് നമുക്കൊരു ഇപ്പൊ നിലവിൽ അവിടത്തെക്കാളും ഒരു 3.5 അടി പൊക്കെയാണ് സെൻട്രൽ ഹൈറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെൻട്രൽ ഹൈറ്റ് ഒത്തിരി പൊക്കി കൊടുത്ത് ആ സൈഡിൽ നിന്ന് ചാറ്റിലടിച്ച് വീണ്ടും നമ്മൾ ഇത് ചെയ്തതിന് ഒരു പ്രയോജനം ഇല്ലാതെയോ. ഇപ്പൊ നമ്മൾ ഇത് കണ്ടോ, അപ്പൊ അത്യാവശ്യത്തിന് നമ്മളൊരു 4 അടിയോളം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാ സ്ഥലത്തേക്കും 4 അടിയോളം ചാട്ടം ഇട്ടിട്ടുണ്ട്. ചാട്ടം ഇട്ടേക്കണതിന്റെ നമ്മൾ ചെയ്തേക്കണതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർക്കം നനയാതിരിക്കാനാണല്ലോ. നമ്മൾ ഡ്രസ് ഒത്തിരി ഹൈറ്റില് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ 2-1 അല്ലെങ്കിൽ 45 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രിയിലേക്ക് നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ കൂര അടിച്ചിടുവാണെങ്കിൽ ഓക്കെ, നമ്മൾ 4 സൈഡിലോട്ട് മേച്ചിലും കോടിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തോ ഒരു ഹൈറ്റ് വേണമെങ്കിലും ഇടാം. പക്ഷെ ഡബിൾ സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ഹൈറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് ചാറ്റിലടിക്കും. സൈഡിൽ നിന്ന് ചാറ്റിലടിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ വരെ ഏകദേശം വെള്ളം വരാറുണ്ട്. പിന്നെ നമ്മൾ വാർക്ക് ഈ റൂഫ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് സെൻട്രൽ ഹൈറ്റ് ഇച്ചിരി കൂട്ടാറുന്നല്ലോ, ഈ ഇരുമേച്ചിലിന് നമ്മൾ ലോ കോസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് എന്നതിന് നമ്മൾ സെൻട്രൽ ഹൈറ്റ്, ഇത് കണ്ടോ, അപ്പോൾ ലോ കോസ്റ്റിന്റെ ഭാഗമായിട്ട് റൗണ്ട് പാത്തിയോട് കൊടുത്തേക്കണം. കണ്ടോ, നല്ല സ്ലോപ്പ്, പാത്തി ഏതാണെങ്കിലും ആയിക്കോട്ടെ, നല്ല സ്ലോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർക്കയ്ക്ക് ചോർച്ച ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ മുകളിൽ റൂഫ് ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. അത് പല രീതിക്കും കോസ്റ്റ് കൂട്ടി ചെയ്യാം, കോസ്റ്റ് കുറച്ച് ചെയ്യാം, പല രീതിക്കും ചെയ്യാം. അപ്പം ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.